ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ബിഗിനേഴ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും കേക്ക് ശരിയാവാത്ത ആൾക്ക് വേണ്ടിയുള്ള ടിപ്സും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒന്നര കിലോയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കണ്ട ഇങ്ങനത്തെ ഒരു കപ്പും ഒരര കപ്പും കൂടെ ഇതിനകത്ത് ഇടാൻ പോവുക. ഈ കപ്പില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കുക. നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. കണ്ട അതിനനുസരിച്ച് നിങ്ങൾ ഷുഗറിൻ്റെ എമൗണ്ട് ആയിരുന്നാലും ഓയിലായിരുന്നാലും നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടേക്ക് 5 ടേബിൾ സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇടണം. 1.5 ടീസ്പൂണോളം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ബേക്കിംഗ് പൗഡർ ഇടുവാണ്. നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇതേ ഒരു പിടി ഇച്ചിരി ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇതൊക്കെ ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തരികൾ കാണും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ബാക്കി പൊടിയാത്തതും പിന്നെ വീഴാത്തതും എല്ലാം നമ്മളങ്ങ് കളയണം. ഇത് കമ്പൽസറി ആയി അരിക്കണം, എന്നാലേ കേക്ക് ഒന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് പൊടിയെല്ലാം നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി വെച്ച് നമുക്കിനി ബാറ്റർ തയ്യാറാക്കാൻ പോവാം. അപ്പം ഞാൻ ഇവിടെ 5 മുട്ടകളാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ട. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ടയായിരിക്കണം എടുക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1.5 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 1 മിനിറ്റ്, കുറഞ്ഞത് 1 മിനിറ്റ് നമുക്ക് നല്ല രീതിയിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ നല്ലോണം 1.5 മിനിറ്റോളം ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പൗഡേർഡ് ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യും. 1.5 മിനിറ്റ് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ബാക്കി ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും കൂടുതൽ നേരം ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നല്ലോണം ബീറ്റ് ചെയ്യുന്നതനുസരിച്ച് മുട്ടയുടെ സ്മെല്ല് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ബിഗിനേഴ്സിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇതിപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ തൊട്ട് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അരിച്ചരിച്ചാണ് ഇടുന്നത്. കുറച്ച് അരിച്ചിട്ട് ഇടും, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കും. ഫോൾഡ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കും. ഭയങ്കരമായിട്ടങ്ങ് ബീറ്റ് ചെയ്യരുത്. ഒരു സ്പൂൺ വെച്ചോ ഒരു ഫോക്ക് വെച്ചോ ചെയ്യേണ്ട കാര്യം മാത്രമാണിത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്നേന്ന് പറഞ്ഞ് ഓരോന്ന് കാണിക്കുന്നത്. ഞാൻ ഭയങ്കര ഇതൊന്നും അല്ല, എന്നായിരുന്നാലും ഞാൻ കുഴപ്പമില്ലാതെ ഇവിടെ ഒരു 10-15-20 കേക്കോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി, കേക്കിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. അഥവാ ഇതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് ചൂടുവെള്ളമോ ചൂടുപാലോ ഒഴിക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അത്തപ്പൂക്കളം ഇട്ട് വെച്ചിരിക്കുകയാണ്. മൈദമാവും കൊക്കോ പൗഡറൊക്കെ കൊണ്ട് ഞാൻ പേപ്പറിലൊക്കെ ആക്കിയത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. കേക്ക് ടിൻ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓവൻ സെറ്റപ്പ്, ഇഡലി പാത്രമാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. സെറ്റപ്പാണില്ല, അതിൻ്റേത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ അതെല്ലാം നല്ലോണം പുരട്ടി വെച്ച്, കാരണം കൂടുതൽ ഓയിലായി പോയാൽ അതെല്ലാം കൂടി ഫ്രൈ ആയിപ്പോവും. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ടർ പേപ്പർ ഇല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ബാറ്റർ ഒഴിക്കാം. ഇതിവിടെ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് തട്ടാം. അളവ് എല്ലാവരും പൊങ്ങിപ്പോവുകയാണ് എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമേ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് മെഷർ ചെയ്യുക. എത്രയാണ് ഇതിൻ്റെ അളവെന്ന്, ബാറ്ററിൻ്റെ അളവ് എത്രയുണ്ടെന്നും അതേ അളവ് അതുപോലെ അത്ര അളവെങ്കിലും വേണ്ടി വരും. അപ്പം അത്ര അളവ് ഈ ബാറ്ററിന് ഗ്യാപ്പ് ഉണ്ടോ, ഈ പാത്രത്തിന് ബാക്കി ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് പൊങ്ങിപ്പോകുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം 2 ചെയ്യുമ്പം 2 പ്രാവശ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഓയിൽ ചെയ്യാനും മറക്കരുത്. സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുക. ഞാൻ ചിന്ന മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ 2-3 പ്രാവശ്യമായി കേട്ടോ ഈ മണ്ണ് വെച്ചിട്ട് ചെയ്തിട്ട്. ഉപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഇടാം. പാത്രം ചിലപ്പോൾ ചീത്തായിപ്പോൾ, അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മറന്നുപോയാണ് 1 സ്പൂണോളം വിനീഗർ, ഈ ബാറ്ററിൻ്റെ അതേ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട്
ഇടാം നമുക്കിത്. അല്ലെങ്കിൽ ഇത് നല്ലോണം സോഫ്റ്റ് ആകും കേട്ടോ. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഈ പ്രീഹീറ്റ് ചെയ്തതിൽ വയ്ക്കാം. എന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇറക്കി വയ്ക്കുവാണ്. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, ബാക്കിയുള്ള 50 മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിലും ആയിരിക്കണം. അപ്പം ഇത് കുറച്ച് നേരം ബാറ്റർ ശരിയാവട്ടെ. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത് ചെറിയ ചൂട് ആറിയിട്ടുണ്ട്. ഒരു ക്ലോത്ത് ഇട്ടങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി, അല്ലാതെ ഈർപ്പം കയറും. പാത്രം വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ. നമുക്കിനി ചെറിയ സിറപ്പ് ഉണ്ടാക്കാം. ഇതിൻ്റെ അകത്തോട്ട് 7-8 അരിഞ്ഞിട്ടിട്ടുണ്ട്. കൈ മുഴുവൻ ആ സംഭവം. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇടുക. 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ചൂടാക്കാൻ വയ്ക്കാം. തിളയ്ക്കുന്നുണ്ട്. അപ്പം എല്ലാം സെറ്റിലായതിനു ശേഷം നമുക്കിത് പഞ്ചസാര അരിഞ്ഞതിന് ശേഷം നമുക്കിത് നിർത്താം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടാറിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. പാത്രം കമുത്തുന്നതിന് മുമ്പേ നമുക്കിനി കേക്ക് ഈ ഒരു പേപ്പർ അങ്ങ് തുടച്ച് കളയാം. പട്ട പേപ്പറായി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ലെവലായിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. കണ്ട ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു കട്ട് ചെയ്യലാണ്. ഇനി ഞാൻ ഈ നൂല് ഇതിൻ്റെ ഇടയിലോട്ട് വലിയൊരു നൂല് പൊട്ടിച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ ഇടയിലോട്ട് ഇട്ടിട്ട് ടൈറ്റായിട്ടൊന്ന് വലിക്കും. അപ്പോഴത്തേക്കും ഒരു ലെയർഡ് ആയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തുവാ ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിനങ്ങ് ചെയ്യാൻ പറ്റും. നൈഫിൻ്റെ ഹെൽപ്പോടെ ഞാനിത് ഫുള്ളിങ്ങനെ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യുകയാണ്. ഇത് നല്ലോണം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ലെയേഴ്സ് ഞാൻ ചെയ്യാൻ പോവുക. ഇതിൻ്റെ ഞാൻ മറന്നു വിട്ടുപോയതാണ്. ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഓപ്ഷണലാണ്. ചോക്ലേറ്റ് അവൈലബിലിറ്റി ഉള്ളവർ അതിനനുസരിച്ച് ചെയ്യാൻ. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആകാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്യും. ഞാൻ ചോക്കോ ചിപ്സും കൂടെ അതിനകത്തോട്ടേക്ക് കുറച്ച് മതി ഇതൊക്കെ. കാരണം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആകുമ്പം എന്തുവാ നമുക്ക് ഇല്ലാത്ത സാധനത്ത് തിന്നാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ രണ്ടും എടുക്കാവും. നൈഫിൻ്റെ സഹായത്തോടെ ഇത് നമുക്ക് നല്ലോണം വർക്ക് ചെയ്തെടുക്കാം. അധികം ഒരു സോഫ്റ്റ് ടച്ചാണ്, അല്ലെങ്കിൽ കണ്ടാൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇതാവും. അപ്പോൾ ഈ ഡെക്കറേഷൻ പരിപാടിക്ക് കുറച്ച് സമാധാനം. നമുക്കിത് 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് നല്ലോണം സെറ്റായിട്ട് വരും. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് കലാപരിപാടി. കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം സംഭവം എനിക്ക് ഒന്നും പറ്റിയില്ല. ഇവൻ ഈ കേക്ക് കണ്ടപ്പോഴേ ആൾ റംസാൻ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് കുറവൊക്കെ ഉണ്ട്. എന്നായിരുന്നാലും ചോക്ലേറ്റൊക്കെ ഇട്ട് സൈഡിൽ വിപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടി ഒരാളിവിടെ വന്ന് ഇരിപ്പുണ്ട്. ഞാൻ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയൊന്നും കുത്താതെ ഇതാ ഇങ്ങനെ വിട്ട്. അതാ ചോദിച്ചത്.